70 വർഷത്തോളം പഴക്കമുള്ള വയനാട്ടിലെ അമ്പലവയൽ ആനപ്പാറ പാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. 1954-ൽ പണിത പാലത്തിന്റെ കൈവരികൾ തകരുകയും അടിഭാഗം പൊട്ടിപ്പൊളിയുകയും ചെയ്തിട്ടും അധികൃതർ വേണ്ട നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സ്കൂൾ വാഹനങ്ങൾ അടക്കം 100 കണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരായ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരുമാണ് നിത്യവും ഭീതിയോടെ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത്. KSRTC ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, വലിയ ലോറികൾ, ടിപ്പറുകൾ തുടങ്ങി ഭാരമേറിയ വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. അന്യസംസ്ഥാനത്തിലേക്കുള്ള ചരക്ക് വാഹനങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. പാലത്തിന് വീതി കുറവായതിനാൽ ഒരു വശത്ത് നിന്ന് വലിയ വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്കും മറുഭാഗത്തെ വാഹനങ്ങൾക്കും വഴിമാറാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. കുട്ടികളടക്കമുള്ള കാൽനടയാത്രക്കാർക്ക് ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് അടർന്നു വീണു തുടങ്ങിയതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പാലം പണിയുമെന്നത് മുന്നണികളുടെ പ്രധാന വാഗ്ദാനമാണ്. എന്നാൽ വോട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാവിലെ നിരവധി സ്കൂൾ ബസ്സുകൾ, 10 ബസ്സുകൾ കൂടുതൽ സ്കൂൾ ബസ്സുകളും വിദ്യാർത്ഥികളും KSRTC നിരവധി വാഹനങ്ങൾ, 1000-ൽ കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു പാലം, 2 വരി പാത, അപ്പുറത്തും ഇപ്പുറത്തും ഇതിൻ്റെ സെൻറ്ററിൽ ഇടുങ്ങിയൊരു പാലം. വളരെ ശോചനീയാവസ്ഥയാണ്. അതിൻ്റെ കൈവരികൾ രണ്ടും ഇടുങ്ങി ദ്രവിച്ച് തൂങ്ങി നിൽക്കുകയാണ്. ഏത് സമയം താഴെ പുഴയിലേക്ക് തോട്ടിലേക്ക് വീഴുന്ന രീതിയിലാണ്. വളരെ ഒരു കാൽനട യാത്രക്കാരന് നമുക്ക് പോലും അങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം. ചില സമയം 10-15 മിനിറ്റ് ഇവിടെ വാഹനങ്ങൾ ബ്ലോക്കാവും. മറ്റൊരു വാഹനം കടന്നു പോയിട്ട് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു വലിയ അപകടം നടന്നതിന് ശേഷം മാത്രം നടപടിയെടുക്കാം എന്നാണോ അധികൃതർ കരുതുന്നതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ പാലം എത്രയും വേഗം നവീകരിക്കണമെന്നാണ് ആവശ്യം. ജയരാജ് ബത്തേരി, News 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.